ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു ഇംഗ്ലീഷ് സീരീസാണ് വെൻസ്ഡേ 2 പാർട്ട് 2. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സീരീസാണ്. വെൻസ്ഡേ സീസൺ 2 പാർട്ട് 2 നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 3 OTTയിൽ റിലീസ് ചെയ്യുന്നതാണ്. ഈ മൂവിയുടെ പാർട്ട് 1 നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കരാട്ടെ കിഡ് ദ ലെജൻഡ്. ജാക്കി ചാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഫാമിലി ആക്ഷൻ മൂവിയാണ് കരാട്ടെ കിഡ് ലെജൻഡ്സ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 30 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ധഡക് 2. സിദ്ധാന്ത് ചതുർവേദി, തൃപ്തി ദിമ്രി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാസിയ ഇക്ബാൽ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ് ധഡക് 2. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ മാസം 12 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് സറണ്ടർ. ദർശൻ, ത്യാഗരാജ്, ലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗൗതം ഗണപതി സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് സറണ്ടർ. സൺനെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 4 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് കൂലി. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രജനീകാന്ത് ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നതാണ് വിവരം. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. മലയാളി താരം സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ദഹ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കും. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 120 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT റൈറ്റ്സ് നേടിയത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ 25 ഒക്ടോബർ 9 ഇടയിൽ OTT റിലീസ് പ്രതീക്ഷിക്കാം. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 5 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഭഗവാൻ ദാസിന്റെ രാമരാജ്. TG രവി, അജയ് രാധാകൃഷ്ണൻ, ഇർഷാദ് അലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ കോമഡി മൂവിയാണ് ഭഗവാൻ ദാസിന്റെ രാമരാജ്. മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ മാസം ഇതിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരം വരെ കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് രവീന്ദ്ര നീ എവിടെ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ഷീലു എബ്രഹാം, മേജർ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് രവീന്ദ്ര നീ എവിടെ. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. സൺനെക്സ്റ്റിലൂടെ സെപ്റ്റംബർ 5 ഓണം സ്പെഷ്യലായി ഫുട്ടേജ് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം വെബ് സീരീസ് 4.5 ഗാങ്. ജഗദീഷ് ഇന്ദ്രൻസ്, വിജയരാഘവൻ, ദർശന രാജേന്ദ്രൻ, സഞ്ജു ശിവരാമൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണാനന്ദ് സംവിധാനം ചെയ്ത ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് 4.5 ഗാങ്. സോണി ലിവ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഓണം റിലീസായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഓണം റിലീസായി എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫ്ലാസ്ക്. സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ, സുരേഷ് കൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ റെജി നായർ സംവിധാനം ചെയ്ത കോമഡി ത്രില്ലർ മൂവിയാണ് ഫ്ലാസ്ക്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി കൂടൽ. ബിബിൻ ജോർജിനെ നായകനാക്കി ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാട്ട് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയാണ് കൂടൽ. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 31 ഇത് OTTയിൽ റിലീസ് ചെയ്യും. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.